അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താണ് ഒന്നാമത്തെ പാഠം ചർച്ച ചെയ്യുന്നത്? അൽ കലാം. കലാം എന്നാൽ എന്ത് എന്നുള്ളതാണ്. എന്തിനാണ് സംസാരം എന്ന് പറയുന്നത്? നല്ല പര്യവസാനമുള്ള മതി വരുന്ന ഫലപ്രദമായ വാക്കിനാണ് അറബി ഭാഷയിൽ സംസാരം അഥവാ കലാം എന്ന് പറയുന്നത്. ഈ വാക്ക് പറഞ്ഞാൽ മതി, മറ്റൊരു വാക്ക് ഇതിലേക്ക് കൂട്ടേണ്ടതില്ല. പറഞ്ഞ വാക്ക് കൊണ്ട് തന്നെ അർത്ഥം പൂർണ്ണമാകുന്നു. ഇതിനാണ് കലാം എന്ന് പറയുന്നത്. കലാം 3 വിധമാണ്: ഇസ്മ, ഫിഅല്, ഹർഫ്. ഇസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം അർത്ഥമുള്ളതും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതുമാണ്. റജുല്, പുരുഷൻ എന്ന് പറയുന്നത് പോലെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വയം അർത്ഥമുണ്ട്, പക്ഷേ ഒരു കാലമില്ല. ഭൂതകാലമോ ഭാവി കാലമോ വർത്തകാലമോ ഇല്ല, അറിയിക്കുന്നില്ല. രണ്ടാമതായി ഫീൽ. ഫീൽ എന്ന് പറഞ്ഞാൽ സ്വയം അർത്ഥമുള്ളതും ഏതെങ്കിലും ഒരു കാലത്തിൽ അറിയിക്കുന്നു. മാളിയാവട്ടെ, മുസ്തഖ്ബലാവട്ടെ, ഹാലാവട്ടെ, വരാൻ പോകുന്ന, കഴിഞ്ഞുപോയ, നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിന് അറിയിക്കും. ഇതിനാണ് ഫീൽ എന്ന് പറയുന്നത്. അടിച്ചു, ലൊറബ, കഴിഞ്ഞ കാലത്തിന് അറിയിക്കുന്നു. മൂന്നാമതായ ഹറഫാണ്. എന്താണ് ഹറഫ് എന്ന് പറഞ്ഞാൽ സ്വയം അർത്ഥമുള്ളതും സ്വയം അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥമുള്ളതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. ഒറ്റക്ക് അർത്ഥം ഉണ്ടാവില്ല, പക്ഷെ വേറൊരു വാക്കിനോട് കൂടുമ്പോൾ അർത്ഥം ഉണ്ടാവും. ഉദാഹരണമായി ഹൽ എന്നുള്ള ഹറഫാണ്. ആണോ എന്നാണ് അർത്ഥം. ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണോ എന്ന് ചോദ്യം വരുന്നുണ്ട്, അതുകൊണ്ടത് പൂർണ്ണമല്ല. ഉദാഹരണമായി ഹൽ സയ്യിദുൻ ഔ അംറുൻ, സയ്യിദാണോ അംറാണോ എന്നിങ്ങനെ ഹൽ എന്ന് മറ്റൊന്നിനോട് കൂടുമ്പോഴാണ് അർത്ഥമുണ്ടാവുന്നത്. ഇതിനാണ് ഹറഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതാണ് ഈ പാഠത്ത് വിശദമായി പറയുന്നത്. നമുക്ക് വായിക്കാം. അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷയിൽ കലാം എന്നാൽ ഹുവ ലഫ്ലുൻ മുഫീദുൻ, ഫലപ്രദമായൊരു വാക്കാണ്. ഫായിദത്തൻ യഹ്സുനു സുകൂതു അലൈഹ, നല്ല പര്യവസാനമുള്ള മതി വരുന്ന. മസലൻ, ഉദാഹരണമായി അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഇത് പറഞ്ഞതോടെ ആ വാക്ക് പൂർത്തിയായി. ഇനി മറ്റൊന്നിലേക്ക് ആവശ്യമില്ല. നസർ അല്ലാഹ്, അള്ളാഹു സഹായിച്ചു എന്ന് പറയുന്നത് പോലെ. അൽഫാദ് ലുഗത്തിൽ അറബിയത്തി സലാസത്തു അഖ്സാമിൻ ഫഖത്ത്. അറബി ഭാഷയിലെ പദങ്ങൾ 3 വിധം മാത്രമാണ്: ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ. അൽ ഇസ്മു. ഇസ്മു എന്നാൽ ലഫ്ലുൻ, ഒരു പദമാണ്. ലഹു മാനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ, സ്വയം അർത്ഥമുള്ളതും ഏതെങ്കിലും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതുമാണ്. ഉദാഹരണമായി ഫറസ്, കുതിര, ഫറസ് പോലെ. വറജുലിൻ, പുരുഷൻ പോലെ. ഇത് സ്വയം അർത്ഥമുണ്ട്, പക്ഷേ മാലിൻ്റെ മേലിലോ മുസ്തഖ്ബിലിൻ്റെ മേൽ ഹാലും അറിയിക്കുന്നില്ല. അൽ ഫിഅലു. ഫിഅല് എന്നാൽ ലഫ്ലുൻ ലഹു മഅൻ മുസ്തഖില്ലുൻ വയദുല്ലു അലാ സമാനിൻ മാലിൻ ഔ മുസ്തഖ്ബലിൻ ഔ ഹാലിരിൻ ഔ യദുല്ലു അലാ അംറിൻ ഔ നഹിയിൻ. എന്താണ് ഫിഅല് എന്നാൽ? സ്വയം അർത്ഥമുള്ളതും മാലിയുടെ മേലിലോ മുസ്തഖ്ബലിന്റെ മേലിലോ ഹാദിറിന്റെ മേലിലോ അതല്ലെങ്കിൽ അംറിന്റെ മേലിലോ നഹിന്റെ മേൽ അറിയിക്കുന്ന സ്വയം അർത്ഥമുള്ള ഒരു പദത്തിനാണ് ഫിഅല് എന്ന് പറയുന്നത്. ഉദാഹരണമായി ലറബ, അടിച്ചു, അത് മാലിയാണ്, കഴിഞ്ഞ കാലമാണ്. യദ്രിബു, അടിക്കും, അത് മുസ്തഖ്ബലാണ് അഥവാ ഭാവി കാലമാണ്. അല്ലെങ്കിൽ യദ്രിബു, അടിക്കുന്നു, അത് ഹാലാണ് അഥവാ വർത്തമാന കാലമാണ്. യദ്രിബ്, നീ അടിക്കുക, അത് അമ്രാൻ, ഒരു കൽപ്പനയാണ്. വലാ തദ്രിബ്,
ലാ തളരിബ്, നീ അടിക്കരുത്. അത് നഹിയാണ്, ഒരു വിരോധനയാണ്. അപ്പം ഇതിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. മൂന്നാമതായി ഹർഫ്. ഹർഫ് എന്നാൽ ലഫ്ലുൻ ലൈസ ലഹു മാനൻ ഇല്ലാ മാ ഗൈരിഹി, സ്വയം അർത്ഥമില്ലാത്തതും മറ്റൊന്നിനെ കൂടുമ്പോൾ അർത്ഥമുള്ളതുമാണ്. ഉദാഹരണമായി ഹൽ ആണോ, നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഹൽ ആണോ എന്ന് ചോദിച്ചാൽ അർത്ഥമില്ല, പൂർണ്ണാർത്ഥത്തിലല്ല. മറ്റൊന്നുമായി ചേർത്ത് വരുമ്പോൾ ഹൽ സയ്യിദുൻ ഔ അംറുൻ, സയ്യിദാണോ അംറാണോ, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരർത്ഥമുണ്ട്. അല മേൽ എന്നർത്ഥം ഒറ്റക്കില്ല, പൂർണ്ണാർത്ഥമില്ല. അല തോവിലെത്തി, മേശപ്പുറത്ത്, അർത്ഥമുണ്ട്. ഫി, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫിൽ മദ്രസത്തി, മദ്രസയിൽ എന്ന് പറയുമ്പോൾ ഒരർത്ഥം ഉണ്ടാകുന്നുണ്ട്. ഇതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. യതഅല്ലഫുൽ കലാമു മിൻ ഇസ്മൈനി, കലാം ഉണ്ടാകുന്നത് രണ്ട് ഇസ്മിനാൽ കലാം ഉണ്ടാകും, സംസാരമുണ്ടാകും. കമാ തഖൂലു, നീ പറയുന്നത് പോലെ. അല്ലാഹു ഖാലിഖുൻ, അല്ലാഹുവാണ് സൃഷ്ടാവ്. അല്ലാഹു ഒരു ഇസ്മ, ഖാലിഖുൻ മറ്റൊരു ഇസ്മ. രണ്ട് ഇസ്മ കൂടി ചേർന്നപ്പോൾ കലാം ഉണ്ടായി. ഔ മിൻ ഫിഅലിൻ വ ഇസ്മിൻ ലാഹിരിൻ, അതല്ലെങ്കിൽ കലാം ഉണ്ടാകുന്നത് ഒരു ഫിഅലോ ഒരു ലാഹിറ ഇസ്മോ, ഒരു ഫിഅലും ഒരു പ്രകടമായിരിക്കുന്ന ഒരു ഇസ്മും കൂടി ചേർന്നിട്ടാണ് കലാം ഉണ്ടാകുന്നത്. കമാ തഖൂലു, നീ പറയുന്നത് പോലെ. ഖറഅ മുഹമ്മദുൻ, മുഹമ്മദ് വായിച്ചു. ഇവിടെ ഖറഅ എന്നുള്ള ഫിഅലാണ്. മുഹമ്മദിന് ലാഹിറ ഇസ്മാൻ, പ്രകടമായി നിൽക്കുന്ന ഇസ്മാൻ, നൗണാണ്. ഇതുകൊണ്ട് കലാം ഉണ്ടാകുന്നു. ഔ മുസ്തത്തിരിൻ, അതല്ലെങ്കിൽ ഒരു ഇസ്മും ഒരു മുസ്തത്തിറായ ലമീറും, മറക്കപ്പെട്ട ലമീർ. കമാ തഖൂലു, നീ പറയുന്നത് പോലെ. ഇജ്ലിസ്, നീ ഇരിക്കുക. ഇവിടെ ഇജ്ലിസ് ഫിഅലാണ്. നീ ഇരിക്കുക, നീ എന്നുള്ളത് ഒരു മറക്കപ്പെട്ട ലമീറാണ്. അപ്പോൾ കലാമുണ്ടാകുന്നത് രണ്ട് ഇസ്മി ചേർന്നിട്ടോ, അതല്ലെങ്കിൽ ഒരു ഫിഅലും ഒരു ലാഹിറ ഇസ്മും ചേർന്നിട്ട്, അതുമല്ലെങ്കിൽ ഒരു ഫിഅലും ഒരു മുസ്തത്തിറ ലമീറും ചേർന്നിട്ടാണ് കലാം ഉണ്ടാകുന്നത്. ബൈത്ത് നോക്കൂ. കലാമുനാ ലഫ്ളുൻ മുഫീദുൻ കസ്തഖിം വസ്മുൻ വഫിഅലുൻ സുമ്മ ഹർഫുനിൽ കലിം. അതിനർത്ഥം നമ്മുടെ അടുത്ത് വാചകമെന്നാൽ ഫലപ്രദമായ വാക്കാണ്. നീ നേരെ നിൽക്കുക എന്ന് പറയുന്നത് പോലെ. വാചകങ്ങൾ ഇസ്മ, ഫീല്, ഹർഫ് എന്നിങ്ങനെ മൂന്ന് വിധമാണ്. ഇതെന്തിനർത്ഥം? ഇനി നോക്കൂ, നെക്സ്റ്റ് പേജ്. നുമയ്യിസുൽ അസ്മാ വൽ അഫ്ആല മിമ്മാ യഅതി, താഴെ പറയുന്നവയിൽ നിന്ന് ഇസ്മുകളും ഫീലുകളും നമുക്ക് വേർതിരിക്കാം. അൽ ഫിഅലുൽ മാളി യദുല്ലു അല സമാനിൽ മാളി. എന്താണ് മാളിയായ ഫിഅൽ എന്ന് പറയുന്നത്? കഴിഞ്ഞ കാലത്തിനെ അറിയിക്കുന്നതിനാണ് മാളിയായ ഫിഅൽ എന്ന് പറയാം. ഇദാ അദ്ഖൽത അൽ മുസ്തഖ്ബിലി അല്ലാമ ഫഖുൽത ലയഫ്അലു, നീ മുസ്തഖ്ബിലായ ഫിഅലിന്റെ മേലിൽ ലാമ ചേർത്തി പറഞ്ഞാൽ, ലാമ പ്രവേശിപ്പിച്ചാൽ എന്ത് പറയണം? ലയഫ്അൽ എന്നാണ് പറയാം, അവൻ പ്രവർത്തിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ഇഖ്തസ്സ ബിസമാനിൽ ഹാലി, അത് ഹാല് അഥവാ വർത്തമാനകാലത്തിനോട് പ്രത്യേകമാകുന്നതാണ്. അപ്പോൾ ഫിഅലിന്റെ ആദത്തിൽ ലാമ ചേർത്തി പറഞ്ഞാൽ, ഏത് ഫിഅല്? മുസ്തഖ്ബലായ ഫിഅലിന്റെ ആദത്തിൽ ലാമ പ്രവേശിപ്പിച്ചാൽ അത് വർത്തമാനകാലമായി മാറുന്നതാണ്. ഇനി നോക്കൂ. ഇദാ അദ്ഖൽത അലൈഹി സീന ഔ സൗഫ, നീ മുസ്തഖ്ബലായ ഫിഅലിന്റെ മേലിൽ സീന് അതല്ലെങ്കിൽ സൗഫ, ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പ്രവേശിപ്പിച്ചാൽ ഫഖുൽത, അപ്പം നീ പറയണം സയഫ്അലു, സീന് ചേർത്തിയിട്ട് സയഫ്അലു, അതല്ലെങ്കിൽ ഔ സൗഫ യഫ്അലു, സൗഫ ചേർത്തിയിട്ട് സൗഫ യഫ്അലു. സയഫ്അലു, നീ പിറകെ ചെയ്യും, അതല്ലെങ്കിൽ ഔ സൗഫ യഫ്അലു, അതും നീ പിറകെ ചെയ്യും എന്നാണ് അർത്ഥം. ഇഖ്തസ്സ ബിസമാനിൽ ഇസ്തിഖ്ബാലി, ഇതും ഇത് മുസ്തഖ്ബലായ ഫിഅൽ അഥവാ ഭാവി കാലത്തിനോട് പ്രത്യേകമാകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മുസ്തഖ്ബലിന്റെ ആദത്തിൽ ലാമ കടത്തിയാൽ അത് വർത്തമാനകാലത്തിനോടും, മുസ്തഖ്ബലിന്റെ ആദത്തിൽ സീനോ സൗഫയോ ചേർത്തി പറഞ്ഞാൽ ഭാവി കാലത്തിനോടുമാണ് പ്രത്യേകമാകുന്നത്.
ഇനി ഇതിൽ നിന്നാണ് ഫെയിലുകൾ കണ്ടെത്തുന്നത്. ഈ രണ്ട് കോളത്തിൽ അൽ അഫ്ആലു അൽ അസ്മാവ്. ഫെയിലുകൾ എന്തൊക്കെ എഴുതാം? യദുല്ലു, അദ്ഖൽത, ഫഖുൽത, ലയഫ്അൽ, ഇഖ്തസ്സ. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന ഫീലുകൾ. പിന്നെ യഫ്അലു. ഇനി രണ്ടാമത്തെ കോളത്തിൽ അൽ അസ്മാ, ഇസ്മുകൾ ഫിൽ ചെയ്യാം. അസ്സമാൻ, അൽ മാലി, മുസ്തഖ്ബൽ, ഹാല്. ഇതൊക്കെയാണ് ഇസ്മുകൾ. ഇന്നൊക്കെ അവസാനത്തെ വർക്ക് നുകവ്വിനു സലാസ ജുമലിൻ ബിസ്തിഖ്ദാമിൽ കലിമാത്തിൽ ആത്തിയ. താഴെ പറയുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 3 വാക്യങ്ങൾ നിർമ്മിക്കാനാണ്. നോക്ക്, ഒന്നാമത്തെ വാക്യം ഇദാ ഫറഗത മിനസ് സ്വലാത്തി ഫസ്തഗിൽ ബിദ്ദിക്രി. രണ്ടാമത്തെ വാക്യം നോക്കൂ, സ്വലാത്തു തറാവീഹി 20 റക്അത്തൻ. മൂന്നാമത്തെ വാക്യം അൽ ഖുനൂതു ഫിസ് സുബ്ഹി ഇൻദ ശാഫിഈ മിനൽ അബഅലി. അല്ലാഹു തആല നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.